അവിടെ 10 പേരുടെ എനിക്ക് സന്തോഷം രസം ഉണ്ടാവത്തില്ല ലൈവ് ഇട്ടാല്. അപ്പൊ അതും കണ്ടോ നമ്മൾ എന്തായാലും ലൈവ് വന്നിരിക്കും ഉറപ്പാണ്. ഓ അത്ഭുതം. എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കൂട്ടുകാരെ, നമ്മൾ നാണ്ടി അങ്ങനെ ഫൈനലി നമ്മൾ 100K സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഫാമിലി ആകുമ്പോ കേട്ടോ. ഇനി വെറും കണ്ടോ 99,977. ഇനി അപ്പോ 23 പേരൂടെ കേട്ടോ. 23 പേരൂടെ ആയാൽ നമ്മുടെ ഫാമിലി ഇങ്ങനെ 100K സബ്സ്ക്രൈബേഴ്സ് ആവാണ്ട്. എന്റെ പൊന്നെ, നമ്മുടെ ഫാമിലി ഇങ്ങനെ കൂടി 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 ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. നമ്മുടെ കൂടെ ഇങ്ങനെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് എന്താ പറയുക, ഒരു വീട്ടിലെ ഒരു അംഗങ്ങളെപ്പോൾ തന്നെയാണ് നിങ്ങളെല്ലാവരും ഞങ്ങളോട് മെസ്സേജ് അയക്കുന്നതും സംസാരിക്കുന്നതൊക്കെ കേട്ടോ. നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ കുഞ്ഞു ബേബി ഇവിടെ ഉണ്ട്. കുഞ്ഞു ബേബിക്ക് പനി കുറവുണ്ട്, ഉറക്കത്തിലാട്ടോ. അപ്പം ഉറങ്ങി വരുന്നുണ്ട്, മാറുന്നില്ല. കരച്ചിലുണ്ട് കേട്ടോ. അപ്പൊ കരച്ചിലുള്ളതുകൊണ്ടാണ് നമുക്കാണെങ്കിൽ അങ്ങനെ ഒരു വിഷമം ഉള്ളില്. അപ്പം വിരുമ്പോ ഒരുമ്പി കരയുമായിരുന്നു. നമ്മള് ചെറിയൊരു കേക്കൊക്കെ വാങ്ങിച്ച് മുറിക്കാന്നൊക്കെ ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്, പക്ഷെ പറ്റിയില്ല. അവളെ എന്റെ കയ്യിൽ നിന്ന് മാറുന്നില്ല. അപ്പൊ നമുക്കപ്പൊ ആ പരിപാടി നമ്മൾ വേറെ ദിവസത്തേക്ക് ആക്കാം. നമ്മൾ ലൈവായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് നമ്മൾ കേക്ക് മുറിക്കും, നമ്മൾ ആഘോഷിക്കും കേട്ടോ. നമ്മൾ ശരിക്കും ഈ 100K നമ്മൾ ലൈവായിട്ട് നമ്മൾ നിങ്ങളെ കാണിച്ചു തരണം ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഈ വാക്സിൻ എടുക്കാൻ വന്നപ്പോൾ പിന്നെ നമ്മളിവിടെ നമുക്ക് 2 ദിവസത്തേക്ക് നിൽക്കേണ്ടി വരും. കാരണം കുഞ്ഞിന് പനിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നേരെ ഇനി മാഞ്ചസ്റ്ററിലേക്ക് പോകണമല്ലോ. മാഞ്ചസ്റ്ററിലാണല്ലോ ക്യാരവാനുള്ളത്. അപ്പോൾ അവിടേക്ക് പോവല് കുറച്ച് റിസ്ക്കാണ് കുഞ്ഞിനെ കൊണ്ട് ഇപ്പം. അപ്പം പനിയൊക്കെ മാറിക്കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോയിട്ട് നമ്മുടെ ക്യാരവാൻ്റെ അടുത്ത് നിന്ന് നമ്മുടെ വീട്ടിൽ ഇരുന്ന് നമ്മൾ ലൈവ് ചെയ്യും. ലൈവ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ വരും. അപ്പം നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങളും നിങ്ങൾക്ക് കാണാനുള്ള കാഴ്ചകളും ഒക്കെ ഞങ്ങൾ കാണിച്ചു തരും. നിങ്ങൾക്ക് എന്തൊക്കെ അറിയാനുണ്ട്, എന്തൊക്കെ കാണാനുണ്ട് യുകെയിലല്ല നമ്മൾ നിർത്തിയിട്ടെടുത്ത് എന്തൊക്കെ സംശയങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ കൂട്ടുകാരെ ഞങ്ങൾ വരുമ്പോ പിന്നെ അയ്യോ എന്താ നിങ്ങൾ ചോദിക്കൊന്നും ചെയ്യരുത് കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് നമ്മൾ വരാൻ പോകുന്ന ലൈവ് അല്ലേ? എവിടെ ലൈവ് പോയിട്ടില്ലല്ലോ. വാട്സപ്പ് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട്, അല്ലാണ്ട് ലൈവ് ഒന്നും പോയിട്ടില്ല കേട്ടോ അവിടെ. അയ്യോ, അപ്പൊ കണ്ടോ നമ്മുടെ ഫാമിലി ഇങ്ങനെ കണ്ടോ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. 80 ആയില്ലേ? 81 കണ്ടോ. അപ്പൊ 81 ആയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചില ആൾക്കാര് അൺസബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ എന്നിട്ട് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യും. അവരായിരിക്കും നമ്മൾ ഇഷ്ടമല്ലാത്ത കുറെ ആൾക്കാരുണ്ടാവും. അപ്പം അങ്ങനെയുള്ള ആൾക്കാര് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമല്ല അൺസബ്സ്ക്രൈബ് ചെയ്തിട്ടോ. അപ്പൊ കൂട്ടുകാർ ഒത്തിരി സന്തോഷമുണ്ട്. നമുക്ക് എന്താ പറയാ, കുഞ്ഞിപ്പെണ്ണിനാണെങ്കിലും ഓർത്തേക്ക് എത്ര അമ്മമാരും ചേച്ചിമാരും അമ്മമ്മമാരും ചേട്ടന്മാരും അച്ഛന്മാരും അനിയന്മാരും അനിയത്തിക്കുട്ടികളും എല്ലാവരും കുറേ പേരുണ്ട് ഫാമിലിയിൽ. അപ്പോൾ വലിയൊരു കൂട്ടുകുടുംബത്തിലെ ഏറ്റവും കുഞ്ഞായിട്ടൊരു ഫീൽ എനിക്ക് ഭയങ്കരമായിട്ട് തോന്നട്ടോ. എനിക്ക് ഇന്ന് രാവിലെ ഭയങ്കര ഇമോഷണലി ഞാൻ ഇന്ന് ഭയങ്കര ഇതായിരുന്നു കേട്ടോ. കാരണം കുഞ്ഞു ബേബീൻ്റെ വാക്സിനേഷൻ കഴിഞ്ഞ് കമൻറ്റ് സെക്ഷൻ ഞാനിന്ന് വായിച്ചാൽ അയ്യോ അമ്മൻ്റെ മോളല്ലേ, അമ്മമ്മയ്ക്ക് സങ്കടമായി, അമ്മൻ്റെ മോള് കരയല്ലേ, അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക, അതായത് സ്വന്തം കുഞ്ഞിനെ പോലെ തന്നെ ഒത്തിരി ആൾക്കാര് സ്നേഹിക്കുന്നുണ്ട്. അതിന് ഒത്തിരി എന്താ നമുക്ക് വാക്കുകൊണ്ട് പറയാനത് പറ്റത്തില്ല. അത് ഹലോ പിന്നെ അതിനുപരി സന്തോഷം എങ്ങനെയാ നിങ്ങൾക്ക് കാണിക്കേണ്ടതെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല കേട്ടോ നമുക്ക് ഇത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഈ 100K. കാരണം 3 മാസമായിട്ടുള്ളൂ നമ്മളിപ്പോ ചാനൽ തുടങ്ങിയിട്ട്. 3 മാസം കൊണ്ട് നമുക്ക് 100K എത്തിയത്. അത് നിങ്ങളുടെ 100K എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെ സബ്സ്ക്രൈബ് ചെയ്തത് കാരണം, നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ കൂടെ കൂടിയത് കാരണമാണ് ഞങ്ങൾക്ക് ഈ ഒരു എന്താ സന്തോഷത്തിൽ എത്താൻ പറ്റിയത്. 100K എന്ന് പറയുമ്പോ 1,00,000 ആൾക്കാര്. ഒന്ന് ഓർത്ത് നോക്ക് നമ്മുടെ ചുറ്റും നമ്മുടെ മുന്നിൽ തന്നെ നമ്മുടെ ഈ 1,00,000 ആൾക്കാർ നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നേ. ശരിക്കും ഞാൻ പറയട്ടെ, നമ്മുടെ സ്കൈ ബേബി വന്നത് കുറെ പേര് പറയും നിങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം നമ്മുടെ സ്കൈ ബേബി അന്ന് സത്യമായിട്ടു കേട്ടോ. നമ്മുടെ ചാനല് സ്കൈ ബേബി ഡെലിവറിക്ക് ഞാൻ കയറും വരെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് 200 പേരേ ഉണ്ടായിരുന്നുള്ളൂ.
അതായത് ഏപ്രിൽ 9-ാം തീയതി രാവിലെ 10 മണിക്ക് നമുക്ക് വെറും 200 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നിട്ട് ഞാൻ ഇച്ചനോട് ഇങ്ങനെ ചോദിക്കും, എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടോ എന്നിങ്ങനെ ഞാൻ ചോദിച്ചോണ്ടിരിക്കുവായിരുന്നു. ഡെലിവറി കഴിഞ്ഞ് പുറത്ത് വന്നല്ലോ, ഓപ്പറേഷൻ തിയേറ്ററിന് പുറത്ത് വന്ന് നമ്മൾ ജസ്റ്റ് ചുമ്മാ ഒന്ന് ഫോൺ എടുത്ത് നോക്കുമ്പോ അതാ അപ്പോഴല്ല 500 പേര് 500 ഇരട്ടിയായിട്ട് 200 നേരെ 500 പെട്ടെന്ന് അങ്ങനെ. അത് നമുക്ക് ഭയങ്കര ഒരു ഇപ്പോഴും ഓർക്കുന്നുണ്ട് 1000 സബ്സ്ക്രൈബേഴ്സ് ആയത്. ഞാൻ ശരിക്കും തലേന്നാണ് 1000 ശരിക്കും ഒരു മിറാക്കിൾ തന്നെയായിരുന്നു കേട്ടോ, അത്ഭുതം. അപ്പോ എല്ലാവർക്കും ഇങ്ങനെ എല്ലാവർക്കും വേണ്ടി ഞങ്ങളിതാ ഞങ്ങളുടെ സ്നേഹം. എന്റെ സ്നേഹം ഞാൻ എല്ലാവർക്കും പങ്കിട്ട് കൊടുക്കണ്ടേ? നോക്കാം നമുക്ക് 1000 ആയ പിന്നെ കാണൂല. നോക്കാവേ. അയ്യോ അത് റീഫ്രഷ് ആയില്ല. അതായി എത്രയാ? 84. ഇനി വെറും 16 പേര്. ഇനി വെറും 16 പേര് വന്ന എന്റെ 16 പേരായിരിക്കും. നിങ്ങൾ ഓരോരുത്തരും കൂട്ടായിരുന്നു. ഇതിനകത്ത് ഉള്ള ഒന്നും ഇല്ലെങ്കിൽ ഇല്ല. ഇതിനകത്ത് ഒരാള് പോയാൽ പോയി. അപ്പൊ നിങ്ങൾ കാണും ഓരോ ആൾക്കാർ. നിങ്ങൾ ഇപ്പൊ കാണുന്ന ആളില്ലേ, ഇപ്പൊ നിങ്ങളോട് പറയുന്നത്. അപ്പൊ കൂട്ടുകാരി നിങ്ങൾ ഈ നമ്മുടെ ചാനലിനകത്ത് ഇല്ലെങ്കിൽ, നമ്മുടെ വീഡിയോസ് കാണുന്നില്ല, നമ്മുടെ കുടുംബത്തിൽ ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു അച്ചീവ്മെന്റിലേക്ക് ഒരിക്കലും എത്താൻ പറ്റില്ല. ഞങ്ങളെ ഇത്രയും സ്നേഹിച്ച് ഇത്രയും പെട്ടെന്ന് നിങ്ങളുടെ കൂടെ കൂട്ടിയതിന് ഒരുപാട് സ്കൈ ബേബിനെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട്. അതേപോലെ നല്ല ഉറക്കത്തിലാണേ, എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. കുഞ്ഞിപ്പെണ്ണ അറിയുന്നില്ലല്ലോ നമ്മളിത് നമ്മുടെ ഫാമിലി 100K ആവാൻ പോവാന്ന്. പക്ഷെ നമ്മുടെ ഏറ്റവും സങ്കടം എന്താ വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ ഇത് ലൈവായിട്ട് വരാൻ പറ്റിയില്ലെന്ന് ഓർത്തിട്ടാ. നമുക്ക് നേരത്തെ തൊട്ടേ പ്ലാൻ ചെയ്തതായിരുന്നു നിങ്ങളുടെ മുന്നിൽ ലൈവായിട്ട് നിങ്ങൾക്ക് കാരണം നിങ്ങൾക്ക് സന്തോഷം എന്താന്ന് അപ്പോഴല്ലേ നമുക്കും ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്കും കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുമല്ലോ. നമുക്ക് ആ ഓരോ ആൾക്കാർ കൂടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ലൈവായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് വേറൊരു ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങൾക്ക് അത്രയും സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് എന്തായാലും അറിയട്ടോ. എത്ര ദിവസം മുന്നേ തൊട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. എത്ര ആൾക്കാര് അയ്യോ, ഒത്തിരി ആൾക്കാരുടെ പ്രാർത്ഥന, ഒത്തിരി ആൾക്കാരുടെ 10 പേരുടെ 5 5 10 എനിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കേട്ടോ. നിങ്ങളും കൂടെ ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ, എല്ലാവരും കാണുമായിരുന്നെങ്കിലോ, ഇത്രയും പേര് ഒരുമിച്ച് കാണുമായിരുന്നെങ്കിലോ. നമുക്ക് ഇവിടെയാണ് നെറ്റ്വർക്ക് ഇല്ലാന്ന്, നെറ്റ് കണക്ഷൻ കറക്റ്റ്. നമുക്ക് ലൈവ് ഇവിടെ നിന്ന് ഇടണമെങ്കിൽ തന്നെ നമുക്ക് നെറ്റ് കണക്ഷൻ ഇല്ല. ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകും. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരു രസം ഉണ്ടാവത്തില്ല ലൈവ് ഇട്ടാല്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ നിന്ന് ഇപ്പൊ ലൈവ് ഇടാൻ പറ്റാത്ത. നമ്മൾ എന്തായാലും നമ്മുടെ കാരവാനിൽ പോയിട്ട്, നമ്മുടെ വീട്ടിൽ പോയിട്ട് നമ്മൾ എന്തായാലും ലൈവ് വന്നിരിക്കും, ഉറപ്പാണ്. ഒത്തിരി ആൾക്കാർ ഉഷാറാവൂല. അപ്പൊ നിങ്ങക്ക് സന്തോഷത്തോടെ സ്കൈ ബേബിനെ കാണാം. സ്കൈ ബേബി ആണെങ്കിൽ ഭയങ്കര വിഷമിച്ചിരിക്കല്ലേ. അപ്പം ഇപ്പൊ പനി കുറവുണ്ട് കേട്ടോ. ഇന്നലെ രാത്രിയൊക്കെ നല്ല പനിയായിരുന്നു, കരച്ചിലായിരുന്നു. എന്റെ കൈ ഞാൻ നിലത്ത് വെക്കാൻ സമ്മതിച്ചിട്ടില്ല അവളെ. അങ്ങനെ ഭയങ്കര വേദനയും കാര്യങ്ങളായിരുന്നു. കാലനക്കി കൊടുത്തത് കാരണം കുറവുണ്ട് കേട്ടോ. 9 പേരൂടെ 9 പേര്. ആ 9 പേര് നിങ്ങളാണ് കൂട്ടുകാരെ. നിങ്ങൾക്കാവാമ 9 പേര് ഒരാൾ. എന്റെ ദൈവമേ, കൂട്ടുകാരെ നിങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര നാട്ടിൽ വരുമായിരുന്നു. എല്ലാവരും കാണാലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കും ഞാന്. നാട്ടിൽ പോയിട്ട് ഞാൻ നമ്മളെല്ലാ സ്ഥലങ്ങളും കണ്ടിട്ടില്ലല്ലോ. അപ്പൊ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോ കാണാൻ പറ്റുന്നവരൊക്കെ കാണും. കുറേ പേര് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, നാട്ടിൽ വരുമ്പോ ഒന്ന് പറയോ കുഞ്ഞൻ ബേബിനെ കാണാൻ, ഒന്ന് പറയോ ചേപ്പുഞ്ഞി ചേച്ചിനെ കാണാൻ. 8 പേരും കൂടെ കൂട്ടുകാരെ. ആ 8 പേര് ആരായിരിക്കും? കണ്ടോ? ഉള്ളില് നമ്മള്. ഹലോ. പിന്നെ കൂട്ടുകാരെ, നമ്മുടെ വീഡിയോസിന് ആരും ലൈക്ക് ചെയ്യുന്നില്ലല്ലോ. നിങ്ങൾക്ക് ഇഷ്ടാവാത്തോണ്ടാണ് ലൈക്ക് ചെയ്യാത്തെ. കുറച്ച് ആൾക്കാർ ലൈക്ക് ചെയ്യണം കൂട്ടുകാരെ. കാരണം നിങ്ങൾ ലൈക്ക് ചെയ്താലാണ് നിങ്ങൾക്ക് അത് ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. എങ്കിൽ തന്നെയാണ് നമുക്ക് കൂടുതലായിട്ട് വേണ്ടത്, എങ്ങനത്തെ വീഡിയോ ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവില്ലല്ലോ. അപ്പൊ നമ്മൾ അത് ഓർത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യണേ കാണുന്ന സമയത്ത്.
ഇനി തൊട്ട് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതെ അല്ലേ? ആദ്യം നമ്മുടെ ചാനൽ എടുക്കൂലേ, അപ്പൊ ലൈക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ വീഡിയോ കണ്ടു തീരുമ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്ത് വെക്കുക. ഡിസ്ലൈക്ക് ചെയ്തു. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ഒക്കെ പറയണേ. എന്റെ പൊന്നു കൂട്ടുകാരെ, നമ്മുടെ നല്ലൊരു 3G നെറ്റ്വർക്ക് ഒക്കെ ഇല്ലേ? 3G നെറ്റ്വർക്കിന് സ്പീഡൊന്നും ഇല്ല. എന്ത് സ്പീഡാ പറയാ? 2G നെറ്റ്വർക്കിന്റെ സ്പീഡ് പോലും ഇല്ല. അങ്ങനത്തെ സ്ഥലമാണ് ഇവിടെ. പല സ്ഥലത്തും അങ്ങനെ ഒട്ടും റേഞ്ച് ഇല്ലാത്ത സ്ഥലങ്ങളാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരിക്കും നമ്മൾ മെയിനായിട്ട് നമുക്ക് ക്യാരവൻ നിർത്തുന്ന സ്പോട്ട് കിട്ടുക. അപ്പോൾ നമുക്കാണെങ്കിൽ കറക്റ്റ് സമയത്ത് വീഡിയോസ് ഇടാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ. കാരണം നമ്മൾ പല പല സ്ഥലത്ത് പോയി റേഞ്ച് കണ്ടുപിടിച്ച് അവിടെ കുത്തിയിരുന്ന് കുറേ നേരം ഇരിക്കണം. ഒരു 2 മണിക്കൂറെങ്കിലും ഇരിക്കണം വീഡിയോ ഒന്ന് അപ്ലോഡ് ആയി വരണമെങ്കിൽ. അത്ര ടൈം എടുക്കുന്നുണ്ട്. പക്ഷെ ചില സ്ഥലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് റേഞ്ചുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. നമുക്കൊരു പെട്ടെന്ന് തന്നെ ഒരു 1/2 മണിക്കൂർ കൊണ്ടൊക്കെ വീഡിയോ അപ്ലോഡ് ആവും. നമ്മൾ ഡെയിലി നടക്കുന്ന കാര്യങ്ങളല്ലേ ഇടുന്നത്. അപ്പൊ രാത്രി വരെയുള്ള കാര്യങ്ങൾ ഷൂട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു നേരമാകും. അപ്പോൾ ഇടുമ്പോഴത്തേക്കും നെറ്റും ഉണ്ടാവില്ല, കമന്റ് ചെയ്യാനും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഫോണിനാണ് ചാർജും ഉണ്ടാവില്ല. കൂട്ടുകാരെ ഇപ്പൊ ഈ 3 പേരോടെ 2 പേര് ശരിക്കും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഈ 3 മാസം ഉണ്ടല്ലോ കൂട്ടുകാരെ, നമുക്ക് റേഞ്ച് ഇല്ല. അതേപോലെ നമുക്ക് മരിക്ക് വീടിന്റെ കാര്യം നോക്കണം, നമുക്ക് വണ്ടീന്റെ കാര്യം നോക്കണം, എല്ലാം അതിൻ്റെ കൂടെ കുഞ്ഞു ബേബിന്റെ എൻ്റെ കൂടെ കാര്യമൊക്കെ നോക്കി ഫുഡ് ഉണ്ടാക്കി. അതിന്റെ ഇടയിലാണ് ഇച്ചേടി സ്ക്രീൻഷോട്ട് എടുത്തു. എന്റെ പൊന്നെ, കട്ടുകാരല്ല കൂട്ടുകാര്. എന്റെ പൊന്നെ നോക്ക്, 1,01,000. എന്റെ പൊന്നെ. അപ്പൊ കൂട്ടുകാരെ, ഫോണ് മറച്ചു. അപ്പൊ കൂട്ടുകാരെ, 1,01,000 കൂട്ടുകാർ, അങ്ങനെ പറയാ, 1,01,000 കൂട്ടുകാരല്ലേ? അത്രയും കൂട്ടുകാരായി കൂട്ടുകാരെ. അപ്പൊ നമ്മൾ ലൈവ് ആയിരിക്കും വരുന്നേ. നെക്സ്റ്റ് ആയിരിക്കുമോ? പറ്റിയാൽ തന്നെ നമ്മൾ നെക്സ്റ്റ് ലൈവ് ആയിരിക്കും വരിക. അതിന്റെ അപ്ഡേറ്റ് നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിലൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പൊ കൂട്ടുകാരെ, അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. ഞാൻ പറയട്ടെ കൂട്ടുകാരോടൊന്ന് സംസാരിക്കട്ടതാ. കൂട്ടുകാര് ഒത്തിരി 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 എന്ന് പറഞ്ഞാൽ എന്താ പറയുന്ന അത്രയും നന്ദിയുണ്ട് നിങ്ങളോട്. നമ്മൾ നന്ദി പറയണ്ടത്. നമ്മുടെ ഫാമിലിയിലെ ആൾക്കാരാകുമ്പോൾ നമ്മളുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് ഇതുപോലെ തന്നെ നമുക്ക് മുന്നോട്ട് പോകണം. നമുക്ക് ഇനി അടുത്തതെന്താ? അടുത്ത എത്ര അടിക്കണം? നമുക്ക് ഇനി അടുത്ത 1 മില്യൺ അടിക്കണം കൂട്ടുകാരെ. അപ്പൊ അതിന് നിങ്ങളെല്ലാവരും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ എല്ലാ നന്മകളും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പൊ കൂട്ടുകാരെ, അടുത്തൊരു വീഡിയോ നാളെ കാണാം. ഞാൻ പറയട്ടെടാ, എനിക്ക് സന്തോഷം. അപ്പൊ കൂട്ടുകാരെ, ശരിക്കും ഉണ്ടല്ലോ ഈ 3 മാസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാന് പ്രസവിച്ച് കിടക്കുകയാണ്. അതിന്റെ എഫേർട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അതിനേക്കാൾ ഏറ്റവും കൂടുതൽ എല്ലാ ക്രെഡിറ്റ് ഉണ്ട് ഇച്ചയ്ക്കുള്ളതാട്ടോ. എന്നെ നോക്കണം കുഞ്ഞു ബേബി. ഞാൻ പറയട്ടെടാ, 2 പേരും കഷ്ടപ്പെട്ടിട്ടുണ്ട്, 3 പേരും കഷ്ടപ്പെട്ടിട്ടുണ്ട്. കുഞ്ഞു ബേബി അടക്കാണേലും കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറയട്ടെ കൂട്ടുകാരെ, ഡെലിവറി കഴിഞ്ഞിട്ട് എൻ്റെ കാര്യം നോക്കണം, ജോലിക്ക് പോകാൻ പറ്റത്തില്ല, വണ്ടീൻ്റെ കാര്യം നോക്കണം, വീട് അപ്പോഴത്തേക്ക് ആ ഒരു പ്രശ്നം, ആ ഡെലിവറി കഴിഞ്ഞ് അത്ര ദിവസത്തിനുള്ളിൽ ആ വീടിൻ്റെ പ്രശ്നം വന്നു. ഒക്കെ കൂടി മാനേജ് ചെയ്ത് വീട്ടിൽ ഫുഡ് ഉണ്ടാക്കണം, എന്നെ കുളിപ്പിക്കണം, എൻ്റെ എല്ലാ കാര്യങ്ങളും കുഞ്ഞിൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാം കൂടി ബാലൻസ് ചെയ്ത് അതിൻ്റെ കൂടെ ഉറക്കൊളച്ച് എഡിറ്റ് ചെയ്തിട്ടാണ് ഇച്ച നിങ്ങളുടെ മുന്നിലേക്ക് വീഡിയോ ഇട്ട് തരുന്ന കേട്ടോ കൂട്ടുകാരെ. അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു നന്മയാണ് കുഞ്ഞാ നിനക്ക് ഉള്ള 1,00,000 കൂട്ടുകാര്. 1,02 കൂട്ടുകാരായി, 1,02. കൂട്ടുകാരെ, നമ്മളോടല്ലോ നമ്മൾ മനസ്സറിഞ്ഞ് എന്ത് പ്രവൃത്തി ചെയ്താലും അതിനകത്ത്
ദൈവം കൂടെ ഉണ്ടാകുമെന്ന് പറയത്തില്ല, അത് സത്യാട്ടോ. നിങ്ങൾ തന്നെ നോക്കിയോ, നമുക്ക് നന്മകൾ തന്നെ എപ്പോഴെങ്കിലും നമ്മൾ അപ്പൊ തന്നെ ചേരണം എന്നൊന്നുമില്ല, എപ്പോഴെങ്കിലും ഒരു കാലത്ത് നമുക്ക് നന്മകളിൽ വന്ന് ചേരുമെന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, ഇതാണ് നിങ്ങളാണ് ഞങ്ങളുടെ നന്മകൾ. അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ തന്നെ എങ്ങനെയാണ്, നിങ്ങൾക്കും എന്തെങ്കിലും, നിങ്ങൾക്ക് ഇപ്പൊ യൂട്യൂബ് ചാനലുള്ളവരായിരിക്കും, ഒത്തിരി ആൾക്കാർക്ക് യൂട്യൂബ് ചാനൽസ് ഉള്ളവരുണ്ട്, നിങ്ങളും അതിനകത്തേക്ക് കണ്ടല്ലോ നിങ്ങളുടെ മാക്സിമം എഫേർട്ടൊക്കെ ഇട്ട് നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ അതിനകത്തേക്ക് ഇറങ്ങിത്തിരിക്കുക. അപ്പോൾ നിങ്ങൾക്കും അതിനുള്ള എല്ലാ വാതിലുകളും തുറക്കും കേട്ടോ. എനിക്ക് അറിയില്ല എങ്ങനെയാ പറയേണ്ടത്, എനിക്ക് പറയത്തില്ല എന്താ പറയണ്ടേന്ന്. പക്ഷെ ഭയങ്കര ഒത്തിരി സന്തോഷമുണ്ട് ഈ സ്നേഹത്തിനും സന്തോഷത്തിനും പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുവാനുള്ള ദൈവമേ, എനിക്ക് അറിയത്തില്ല. അപ്പൊ കൂട്ടുകാരെ, ഇത് സ്കൈ ബേബി ഉറങ്ങാണ്. അപ്പൊ കുഞ്ഞു ബേബിക്ക് പനി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് തന്നെ വിടും, അല്ലെങ്കിൽ നമ്മൾ നാളെ പോകും. നാളെ പോയി അവിടെ ആദ്യത്തെ ലൈവ് അല്ലേ, ആദ്യത്തെ ലൈവ്, ജീവിതത്തിലെ ആദ്യത്തെ ലൈവാണത്. എന്റെ പൊന്നേ. അപ്പൊ കൂട്ടുകാരെ പറഞ്ഞ പോലെ എന്റെ പേട്ടെ മറ്റൊരു വീഡിയോ നാളെ കാണാം.